ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഭാഗം 19. മേടമാസത്തിലെ അവസാന ഘട്ടമായിരുന്നു. നേരം ഉച്ചയായില്ല. ഡോക്ടർ ജോണിന്റെ ബംഗ്ലാവിൽ ഒരു വലിയ സംഭവം നടന്ന ദിവസമായിരുന്നു. ബേബിയെയും കൂട്ടിക്കൊണ്ട് സൗദാമിനി വന്നു. അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു. ലില്ലിയും മോളിയും പടമുള്ള ഒരു പുസ്തകം നോക്കിക്കൊണ്ട് താഴത്തെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ബേബി അവന്റെ കുഞ്ഞു പെങ്ങളെ കണ്ടു. അവന്റെ ചുണ്ടുകൾ ചലിച്ചു, ശബ്ദം പുറപ്പെടുന്നില്ല. സൗദാമിനി അവനെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. വിവരമൊന്നും പറഞ്ഞിട്ടില്ല. ലില്ലി, സൗദാമിനി വിളിച്ചു. ഇതാരാ ഈ വന്നു നിൽക്കുന്നതെന്ന് നോക്കൂ. ലില്ലി ക്ഷണനേരം സ്തംഭിച്ചു നിന്നുപോയി. പിന്നീട് അവൾ ഓടിച്ചെന്ന് ബേബിയെ കെട്ടിപ്പിടിച്ച് വിമ്മി വിമ്മിക്കരഞ്ഞു. ഇച്ചാച്ചനോട് ഞാൻ കൂടത്തില്ല. ഇത്രയും നാളും എവിടെയായിരുന്നു ഇച്ചാച്ച? ലില്ലി മോളെ, എന്തേ കൊട മേടിച്ചോണ്ട് തരാമെന്ന് പറഞ്ഞിട്ട്? ബേബി സൗദാമിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ എല്ലാവരുടെയും കണ്ണുകളിലേക്ക് അവൻ നോക്കി. എല്ലാ കണ്ണുകളും നിറഞ്ഞിരുന്നു. മോളി അവന്റെ മുഖത്തേക്ക് തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നു. കാലങ്ങൾ കടന്നുപോയി. വളരെയേറെ വർഷങ്ങൾ. ശ്മശാനത്തിലെ കാറ്റാടിമരത്തിന്റെ തണലിൽ അനങ്ങാതെ നിൽക്കുന്ന മാർബിൾ കുടീരത്തിൽ മഹാനായ ഡോക്ടർ ജോൺ നിത്യമായി വിശ്രമിക്കുന്നു. ആ ശവകുടീരത്തിൽ ഡോക്ടർ ബേബിയും അദ്ദേഹത്തിന്റെ പ്രിയപത്നി മോളിയും പുഷ്പഹാരങ്ങൾ അർപ്പിച്ചു. അവർ തിരികെ ബംഗ്ലാവിലെത്തിയപ്പോൾ ഒരു മധ്യവയസ്ക അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തലമുടി കുറേശ്ശെ നരച്ചു തുടങ്ങിയിരുന്നു സൗദാമിനിയമ്മ. അപ്പുക്കുട്ട, ഇച്ചേയി. പ്രസിദ്ധനായ ഡോക്ടർ ബേബി ആ സ്ത്രീയുടെ പാദങ്ങളെ തൊട്ട് നമസ്കരിച്ചു. ഡോക്ടർ അവർക്ക് വിലയേറിയ ഒരു രത്നം സമ്മാനിച്ചു. പണ്ട് മോഷണം പോയ മാലയ്ക്ക് പകരം, അവൻ മന്ത്രിച്ചു. രത്നത്തേക്കാൾ വിലയുണ്ടടാ അപ്പുക്കുട്ട സ്നേഹത്തിന്. ഇച്ചേയി, എന്റെ ലില്ലിയുടെയും ജോയിയുടെയും കല്യാണത്തിന് വരണം, ഡോക്ടർ ക്ഷണിച്ചു. മരിക്കുന്നതിന് മുമ്പ് കാണണമെന്ന് പറഞ്ഞ് ഡാഡി ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ച് കെട്ടിച്ചു കളഞ്ഞു ടീച്ചറെ. അന്ന് തന്നെ ഒരു യുവതിയും അവളുടെ ഭർത്താവും ഡോക്ടർ ബേബിയെ കാണാൻ വന്നു. ഭയങ്കരമായ ഒരു ശസ്ത്രക്രിയ ചെയ്ത് ആ യുവതിയുടെ സുഖക്കേട് ഡോക്ടർ ബേബി ഭേദമാക്കിയിരുന്നു. പച്ച നോട്ടുകൾ നിറച്ച ഒരു കടലാസ് കൂട് അവൾ ഡോക്ടറുടെ നേർക്ക് നീട്ടി. എനിക്കിത് വേണ്ട, എനിക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണോ? തീർച്ചയായും, എന്റെ ജീവൻ തിരിച്ചു തന്നത് അങ്ങൊന്നാണ്. എങ്കിൽ എനിക്കൊരു കൊച്ചു കുട വാങ്ങിച്ചു തന്നാൽ മതി. അതിന്റെ പിടിയിൽ സ്വർണക്കുരുവിയുടെ രൂപമുള്ളതാണെങ്കിൽ ഏറ്റവും നന്ന്. എല്ലാവരും പരസ്പരം നോക്കി. ഇന്ന് സായാഹ്നം എന്റെ പെങ്ങൾ വരും, ഒരു ചലനവും കൂടാതെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വന്നാൽ മതിയാവും. ഡോക്ടർക്ക് കിറുക്കാണെന്ന് ആ യുവതിക്കും അവളുടെ ഭർത്താവിനും മാത്രമല്ല മോളിക്ക് പോലും സംശയമുണ്ടായി. അന്ന് സായാഹ്നം ലില്ലി വന്നു. വസന്തകാലത്തിലെ സൂര്യോദയം പോലെ മനോഹരിയായി ലില്ലി വന്നു. ജോയി എസ്റ്റേറ്റിലേക്ക് പോയിരിക്കുകയാണ്. അവനും താമസിയാതെ വരും. സായാഹ്നമായപ്പോൾ ആ യുവതിയും അവളുടെ ഭർത്താവും വന്നു. യുവതിയുടെ കയ്യിൽ ഒരു കൊച്ചു കുടയുണ്ടായിരുന്നു. കുടയുടെ പിടിക്കുള്ളിൽ ഒരു സ്വർണപ്പക്കിയുടെ രൂപം കാണാമായിരുന്നു. അവൾ ഭക്തിപൂർവം ഡോക്ടർ ബേബിയുടെ നേർക്ക് നീട്ടി. ലില്ലി, ഇതാ ഞാൻ പണ്ടു പറഞ്ഞിരുന്ന കൊച്ചുകുട, വാങ്ങിക്കൊള്ളൂ, ഡോക്ടർ നിർദ്ദേശിച്ചു. ലില്ലി അത്ഭുതത്തോടെ ആ കുട വാങ്ങി. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ ബേബിയുടെ മുഖത്തേക്ക് നോക്കി. എന്താ ഇച്ഛാച്ച ഇത്? അവൾ ചോദിച്ചു. ഈ നിൽക്കുന്ന ഗ്രേസിയെ നീ അറിയുകയില്ലേ? പൂമംഗലത്തെ, ഡോക്ടർ ചോദിച്ചു. നോക്കൂ, സൂക്ഷിച്ചു നോക്ക്, നെറ്റിയിൽ ഇപ്പോഴും പാടില്ലേ എന്ന്. പണ്ട് ഞാൻ കല്ലെടുത്തെറിഞ്ഞതിന്റെ പാട്. ഗ്രേസി ഓർക്കുന്നില്ലായിരിക്കും. ബേബി, ഗ്രേസിയുടെ അധരങ്ങൾ മന്ത്രിച്ചു. അതെ, ആ ബേബിയും ആ ലില്ലിയും തന്നെ. ജോയിയുടെയും ലില്ലിയുടെയും വിവാഹ ദിവസം അനേകം പിച്ചക്കാർക്ക് ധർമ്മം നൽകപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരു പടുവൃദ്ധയും ഉണ്ടായിരുന്നു. താൻ ഒരിക്കൽ അടിച്ചിറക്കി വിട്ട പെണ്ണാണ് മണവാട്ടിയെന്നോ തന്റെ പേരമ്മയാണ് ആ വൃദ്ധയാചകിയെന്ന് മണവാട്ടിയോ അറിഞ്ഞില്ല.